നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു എഡ്യൂക്കേഷൻ ബിസിനസ് എങ്ങനെ ഓട്ടോ പൈലറ്റിൽ ഗ്രോ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ എൻറ്റയർ സ്ട്രാറ്റജി. എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഹൗ ടു യൂസ് എ ഏജന്റ്, എങ്ങനെ ഒരു ബിസിനസ്സിൽ, എങ്ങനെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിസിനസ്സിൽ എ ഏജന്റിന് ഉപയോഗിക്കാം. രണ്ട്, ഒരു ഓട്ടോ പൈലറ്റ് വെബിനാർ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ സെയിൽസ് സ്കെയിലപ്പ് ചെയ്യാം. മൂന്ന്, അഫിലിയേറ്റ് സിസ്റ്റം, നിങ്ങൾക്ക് എങ്ങനെ പാർട്ട്നേഴ്സിനെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കോഴ്സുകൾ കൂടുതൽ സെല്ല് ചെയ്യാം, കൂടുതൽ സ്റ്റുഡൻസിനെ എങ്ങനെ കണ്ടെത്താം. നാല്, എങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ നാല് കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ, ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, കൂടുതൽ സെയിൽസ് കൺവേർഷൻ കൊണ്ടുവരാനുള്ള ഐഡിയാസ് ലഭിക്കുന്നുണ്ടായിരിക്കും. രണ്ട്, മാർക്കറ്റിംഗ് ക്വാളിഫൈഡ് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ലഭിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഓട്ടോ പൈലറ്റ് സിസ്റ്റം എങ്ങനെ സ്കെയിലബിൾ ആകും എന്നുള്ളതിൻ്റെ, നിങ്ങളില്ലെങ്കിലും റൺ ചെയ്യുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ് എങ്ങനെ ഉൾക്കൊള്ളാം, എങ്ങനെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ വരുത്തേണ്ട ചേഞ്ചസ് അല്ലെങ്കിൽ ഇംപ്രവൈസേഷൻസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഹൗ ടു യൂസ് എ ഏജന്റ്. എന്താണ് എ ഏജന്റ്? എ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വെർച്വൽ എ എംപ്ലോയി എന്നതിനെയാണ് നമ്മൾ എ ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എംപ്ലോയി എന്തിനാണ് നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്, അത് ഒരു എ ആണെങ്കിൽ എങ്ങനെയായിരിക്കും. ഓക്കെ, സോ എ ഏജന്റ് ഹെൽപ്സ് ഇൻ റീപ്ലേസിംഗ് എ ഫ്യൂ ഹ്യൂമൻ ആക്ഷൻസ് ആൻഡ് ഇൻക്രീസ് ദി ഹ്യൂമൻ എഫിഷ്യൻസി. അപ്പോൾ പൂർണ്ണമായും ഒരു എംപ്ലോയിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എ ഉപയോഗിക്കുകയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എംപ്ലോയീനെ കൂടുതൽ എഫക്റ്റീവായിട്ട്, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും യൂസിങ് എ. എങ്ങനെ കൂടുതൽ എഫിഷ്യൻസി നേടാനായിട്ട് സാധിക്കും യൂസിങ് എ. ഇതാണ് നമ്മൾ എ ഏജന്റിന് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹ്യൂമന് ചെയ്യാൻ പറ്റാത്ത പല ടാസ്കുകൾ ഇന്ന് എക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാഫിന്റെ പൂർണ്ണമായ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എയും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. സോ വി ക്യാൻ യൂസ് എ ഏജന്റ് ഇൻ വേരിയസ് ഏരിയാസ് ഓഫ് ബിസിനസ്സസ് ലൈക്ക് മാർക്കറ്റിംഗ്, സെയിൽസ്, കരിയർ അസസ്മെന്റ്, സപ്പോർട്ട്, പേയ്മെന്റ് കളക്ഷൻ എക്സെട്ര. ഇതെല്ലാം ഒരു എഡ്യൂക്കേഷൻ ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. മാർക്കറ്റിംഗ്, സെയിൽസ്, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, പേയ്മെന്റ് കളക്ട് ചെയ്യുക, ഇതെല്ലാം നമുക്ക് എ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാർക്കറ്റിംഗിൽ നമ്മൾ എ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സോ ഫസ്റ്റ് തിങ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഒന്ന്, ഇത് റൗണ്ട് ദി ക്ലോക്ക് വർക്ക് ചെയ്യും, ഡേ നൈറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ട്, എക്ക് ഏത് ലാംഗ്വേജും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്ന്, ഇതിൻ്റെ കോൺവെർസേഷൻ ഇൻ്റലിജൻ്റ് ആണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ വെച്ച് നമ്മുടെ പ്രോസ്പെക്റ്റുമായിട്ട് ഇത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് കോൺവെർസേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ചാനൽസ് ഏതൊക്കെയാണ്? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ക്യാമ്പയിൻസ്, ഗൂഗിൾ ആഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന മാധ്യമങ്ങൾ അല്ലേ. അപ്പോൾ ഈ വരുന്ന എല്ലാ ട്രാഫിക്കിനെയും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എ ഏജന്റിനെ ട്രെയിൻ ചെയ്തിട്ട് അതിനെ ഡിപ്ലോയ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ സെയിൽസ് ടീം വിളിച്ച് നമ്മുടെ ഹലോ സർ, നിങ്ങളിങ്ങനെ പരസ്യത്തിന് എൻക്വയറി ചെയ്തതായിട്ട് കണ്ടു എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് പകരം ഈ വരുന്ന ആൾക്കാർ നമ്മളുടെ എയുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് എ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ ജെന്യുവൻ കസ്റ്റമർ ആണോ അല്ലയോ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ സെയിൽസ് ടീം റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കൺവേർഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം ഈ കസ്റ്റമറുടെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട്. ഇനി ആ കസ്റ്റമർ ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ എക്ക് സ്വയം ആൻസർ കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് സെയിൽസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കോഴ്സിലേക്ക് എൻറോൾമെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഒരു ഹൈ ടിക്കറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആയിരിക്കും. നിങ്ങളുടെ സ്റ്റുഡൻറ് കൗൺസിലറുമായിട്ട് ഒരു അപ്പോയിൻമെന്റ് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ ക്വിക്കായിട്ട്, വളരെ എന്താ പറയുന്നത്, വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം. ഓക്കെ, അപ്പോൾ കസ്റ്റമർക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഒരു അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുണം. ഓക്കെ, സോ എ ക്വാളിഫൈസ് ദി ലീഡ്സ് ആൻഡ് റീഡയറക്ട് ദ ലീഡ് ടു സെയിൽസ് പ്രോസസ്, റെക്കോർഡഡ് വെബിനാർ, അപ്പോയിൻമെന്റ് എക്സെട്ര. അപ്പോൾ എന്താണോ മാർക്കറ്റിംഗ് ക്യാമ്പയിന് ശേഷം നമ്മൾ സെയിൽസ് പ്രോസസ്സിന്റെ തുടക്കത്തിൽ വെച്ചിരിക്കുന്നത്, ഫോളോ അപ്പ് ആണോ, വെബിനാർ ആണോ, അപ്പോയിൻമെന്റ് ആണോ, വട്ട് എവർ ഇറ്റ് ഈസ്, അതിലേക്ക് ആ കസ്റ്റമറെ കൊണ്ടുവരാനായിട്ട് എക്ക് സാധിക്കും, എ ഏജന്റിന് സാധിക്കും. ഇത് നടക്കാത്ത സിനാരിയോയിൽ മാത്രം നിങ്ങളുടെ ഒരു സ്റ്റാഫ് അവിടെ വിളിച്ചിട്ട് സംസാരിച്ചാൽ മതിയാവും. ഓക്കെ, നൗ എന്താണ് എ ഏജന്റിന് അവിടെ വെക്കുന്നുണ്ടുള്ള ബെനിഫിറ്റ്സ്? ഒന്ന്, അവൈലബിലിറ്റി. 24 മണിക്കൂറും പണിയെടുക്കും. ലാംഗ്വേജ്, അതിന് ഏത് ലാംഗ്വേജും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇന്റലിജൻസ്, നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അതിന് മനസ്സിലാക്കിക്കൊണ്ട്, കസ്റ്റമർ മനസ്സിലാക്കിക്കൊണ്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ട്രെയിനബിൾ, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നമ്മുടെ കോഴ്സിനെ കുറിച്ച്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ട്രെയിൻ ചെയ്യാനായിട്ട് വളരെ കുറഞ്ഞ സമയം മതി. ഒരു സ്റ്റാഫിനെ പഠിപ്പിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ മിനിറ്റുകൾ മാത്രം മതി നിങ്ങൾക്ക് എനെ ട്രെയിൻ ചെയ്യാനായിട്ട്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരു 5 കോഴ്സ് ഉണ്ട്. ഈ കസ്റ്റമർ ആഗ്രഹിക്കുന്ന അക്കൗണ്ടിങ് റിലേറ്റഡ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിങ് പ്രോസസ്സിലേക്ക് കസ്റ്റമറെ ഓട്ടോമാറ്റിക് ഫോളോ അപ്പ് സിസ്റ്റത്തിലേക്ക് പുഷ് ചെയ്യാനായിട്ട് എക്ക് സാധിക്കും. ഇന്റലിജന്റ് ആണ്. അപ്പോയിൻമെന്റ്, എക്ക് ഇൻബൗണ്ട് അപ്പോയിൻമെന്റ്സ് സെയിൽസ് ടീമിന് ബുക്ക് ചെയ്ത് കൊടുക്കാനും അത് ഷെഡ്യൂൾ ചെയ്യാനും അത് ക്യാൻസൽ ചെയ്യാനും അപ്പോയിൻമെന്റിന്റെ ടൈം നോട്ടിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കും. ഇതും വളരെ സ്മാർട്ടാണ്. മീഡിയംസ്, എ നിങ്ങളുടെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വെബ്സൈറ്റിലും ഇമെയിലും എല്ലാം വർക്ക് ചെയ്യും. ഈവൻ കോളിംഗ് വരെ സാധ്യമാണ്. എഫിഷ്യൻ്റ് ആണ്. ഇൻക്രീസ് ദ എഫിഷ്യൻസി മൾട്ടിഫോൾഡ് ഓഫ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി നല്ല രീതിയിൽ കൂട്ടാനായിട്ട് എക്ക് സാധിക്കും.
ഓക്കെ, അപ്പോൾ ഇതാണ് ഷോർട്ട് ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ AI ഏജന്റിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ സ്റ്റുഡൻസ് വാങ്ങിയ സ്റ്റുഡൻസ് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എബ്രോഡ് സ്റ്റഡീസ് അല്ലെങ്കിൽ പുറത്തേക്ക് കുട്ടികളെ വിടുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഏത് സ്റ്റേജിൽ നിന്ന് ഡൗട്ട്സ് ചോദിച്ചാലും അതിനെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡാറ്റ വെച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് AIക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ എൻറോൾമെന്റ് അല്ലെങ്കിൽ ആഫ്റ്റർ അവർ പോകുന്നതിന് ശേഷം, ഇമിഗ്രേഷന് ശേഷം അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ AI ഉണ്ട്. അപ്പോൾ ഒരു US കാനഡയിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുന്ന ടൈം തന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ടൈമാണ്. ഇപ്പോൾ അവിടെ ഡേ ആണെങ്കിൽ ഇവിടെ നൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നൈറ്റിലും ആ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാൻ നിങ്ങളുടെ AI അസിസ്റ്റന്റ് ഉണ്ടെങ്കിലുള്ള സിനാരിയോ ആലോചിച്ച് നോക്കുക. ഹൗ യു ക്യാൻ എക്സ്റ്റെൻഡ് യുവർ സപ്പോർട്ട് യുവർ ഓഡിയൻസ്. തിങ്ക് അബൌട്ട് ദിസ്. നൗ വാട്ട് ഇസ് ഓട്ടോ പൈലറ്റ് വെബിനാർ സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് കാണുന്നത്. ഓട്ടോ പൈലറ്റ് വെബിനാർ സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു സ്റ്റെപ്പ് അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വെബിനാറുകൾ ഞാനിവിടെ പ്രീ റെക്കോർഡിൻ്റെ ഒരു ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ് ടീമിനെ നിങ്ങൾ എന്താണോ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ അവരുടെ രീതിയിൽ സംസാരിച്ചിട്ട് അത് കസ്റ്റമർ കേട്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ തന്നെ പല മെസ്സേജുകളും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യമായിരിക്കില്ല നിങ്ങളുടെ സ്റ്റാഫ് കേട്ടിട്ടുണ്ടായിരിക്കുക. ആ സ്റ്റാഫ് പറഞ്ഞു വരുന്ന കാര്യം ഒരുപക്ഷെ വേറെ രീതിയിലായിരിക്കും കസ്റ്റമർ കേട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള ചാൻസ് എപ്പോഴും ഒരു സെയിൽസ് പ്രോസസ്സിൽ കൂടുതലാണ്. ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഡയറക്റ്റ് കസ്റ്റമർ കേൾക്കുന്നത്. അപ്പോൾ യാതൊരു രീതിയിലുള്ള റോങ് എക്സ്പെക്റ്റേഷൻ സെറ്റിങ്ങോ റോങ് സെല്ലിംഗ് പ്രോസസ്സോ അവിടെ നടക്കില്ല. കൃത്യമായ ഇൻഫർമേഷനാണ് കസ്റ്റമർക്ക് ലഭിക്കുന്നത്. ഇനി അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഗുണം ഒന്ന്, ഏറ്റവും കൺവീൻസബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും കസ്റ്റമർ ആ മെസ്സേജ് കാണുന്നത് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, കസ്റ്റമറിന് സംശയമുണ്ടെങ്കിൽ അത് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ആവും നിങ്ങളുമായിട്ട്, നിങ്ങളുടെ ബ്രാൻഡുമായിട്ട്. ഇതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് വരുന്ന കസ്റ്റമർ എപ്പോഴും ക്വാളിറ്റി ഉള്ള ഒരു കസ്റ്റമർ ആയിരിക്കും. കാരണം അവന് വേണ്ട ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവനൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജിലായിരിക്കും നിങ്ങളെ ബന്ധപ്പെടുന്നുണ്ടായിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എത്ര പേര് വേണമെങ്കിലും അറ്റ് എ ടൈം കാണുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ സ്റ്റാഫിന് ഒരു സമയത്ത് ഒരാളോടാണ് സംസാരിക്കാൻ പറ്റുന്നതെങ്കിൽ ഈ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഈ ഒരു വെബിനാറിന് ഒരേ സമയം 10,000 പേര് കണ്ടാലും പ്രശ്നമല്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗിൽ സെയിൽസ് ടീമിനെ കൂട്ടേണ്ട ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരുപാട് ലീഡ്സ് എടുക്കാൻ പറ്റുന്നില്ല, മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീ റെക്കോർഡഡ് വെബിനാർ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ സ്കെയിലബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ബോട്ടിൽനെക്കിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ മാർക്കറ്റിംഗ് ചാനൽസിലൂടെ വരുന്ന ലീഡ്സിന് AI അഡ്രസ്സ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഏത് കോഴ്സാണ് അവർ നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് എന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ വെബിനാറിലേക്ക് അവരെ പുഷ് ചെയ്യുന്നു, ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു. ആ സ്റ്റുഡൻറ്റ് വെബിനാർ കണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര പെർസെൻറ്റേജ് കണ്ടു എന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കണ്ട കുട്ടി, ഇത് കംപ്ലീറ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് വിശ്വസിക്കാം ആ കുട്ടി ഇതിനകത്ത് താല്പര്യമുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ് മുഴുവനായി കണ്ടിട്ടുള്ളത്. ആ കുട്ടിയോ ആ കുട്ടിയുടെ പാരൻറ്റോ. ഓക്കെ, അവരെ അടുത്ത സ്റ്റെപ്പ് അപ്പോയിൻമെൻറ്റിലേക്ക് പുഷ് ചെയ്യാനോട്ട് AIക്ക് സാധിക്കും. ഓട്ടോമേറ്റഡ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ വെബിനാർ കണ്ടു കഴിഞ്ഞു എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ സ്റ്റുഡൻറ്റ് കൗൺസിലറുമായിട്ട് ഫ്രീ ആയിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് AIക്ക് അവിടെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. സോ അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ സെയിൽസ് ടീമിന് എത്രത്തോളം പണി കുറവാണ്, എത്രത്തോളം നിങ്ങൾക്ക് സിസ്റ്റം സ്കെയിലബിൾ ആക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഗുണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞത് സ്കെയിലബിലിറ്റി, അൺലിമിറ്റഡ് കൺകറൻറ്റ് വ്യൂവേഴ്സിന് ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട്, ക്ലാരിറ്റി. നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റിയോടുകൂടി കസ്റ്റമർ ആ മെസ്സേജ് കേൾക്കുന്നുള്ളതാണ് ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ്. മൂന്ന്, എക്സ്പെക്റ്റേഷൻ. റോങ് എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ കറക്റ്റ് എക്സ്പെക്റ്റേഷൻ സെറ്റിംഗ് നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻബൗണ്ട് ആണ് എന്നുള്ളതാണ് ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ്. അതായത് നിങ്ങൾ മാർക്കറ്റിംഗ് ലീഡ് എടുത്ത് അങ്ങോട്ട് വിളിക്കുന്ന പോലെയല്ല, ഈ വെബിനാർ കണ്ടു കഴിഞ്ഞ ആൾ അതിന് താല്പര്യമുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് വിളിക്കുന്ന ഇൻബൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ആ ഒരു ലീഡിനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയേക്കാൾ ഉപരി ആ കോഴ്സ് എടുക്കേണ്ടത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അവൻ്റെ ആഗ്രഹമാണ്, അവൻ്റെ നീഡാണെന്നുള്ള രീതിയിലേക്ക് പ്രോസസ്സ് മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ ഏത് സ്റ്റേജിലാണ്, അവൻ രജിസ്റ്റർ ചെയ്തോ, വെബിനാർ കണ്ടോ, അത് കംപ്ലീറ്റ് ചെയ്തോ എന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒരു കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ട് കസ്റ്റമർ കണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തൊരു സിനാരിയോ ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, കസ്റ്റമർ കണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഫോളോ അപ്പ് ചെയ്യാം. ഇത് കണ്ടു കഴിഞ്ഞ ആളെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഫോളോ അപ്പ് ചെയ്യും, അപ്പോയിൻമെൻറ്റ് ബുക്കിങ്ങിനോ സെല്ലിങ്ങിനോ വേണ്ടിയിട്ട്. ഇത് ഇടയ്ക്ക് വെച്ച് വിട്ടുപോയ ആൾ അല്ലെങ്കിൽ ഇത് കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഈ വെബിനാർ മുഴുവൻ കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾ മിസ്സായാലും സിസ്റ്റം ഫോളോ അപ്പ് ചെയ്ത് അയാളെ മുഴുവനെ കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ്. അനലിറ്റിക്സ്, ഇതിൻ്റെ ഫുൾ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് ആരെപ്പോൾ കണ്ടു, എവിടെ കണ്ടു, എത്ര കണ്ടു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി നിങ്ങൾക്ക് അളക്കാൻ പറ്റും. നിങ്ങളുടെ മാർക്കറ്റിംഗിലെ വീഡിയോ അല്ലെങ്കിൽ ആ കോഴ്സിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ വെബിനാർ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സിന് എത്രത്തോളം മാർക്കറ്റിൽ ഡിമാൻഡ്, ഇതെല്ലാം നിങ്ങൾക്ക് അനലിറ്റിക്സ് വഴി അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ട്രാൻസ്ലേഷൻ, ഇത് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. AI വെച്ചിട്ട് നമ്മൾ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ, വെബിനാർ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മലയാളം എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ ഇല്ല.
നമ്മൾ പല ക്ലയൻസിനും ചെയ്തു കൊടുത്തുള്ള കാര്യമാണ്. മലയാളത്തിൽ നിങ്ങൾ കോഴ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നാളെ തമിഴ്നാട്ടിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം, നോർത്ത് ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്യണം, ദുബായിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് ഈ കണ്ടന്റിന് മുഴുവൻ AI ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റിയും പോവാതെ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിനെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരെ എത്തിക്കാനായിട്ട് സാധിക്കും. നൗ യു ക്യാൻ ഇമാജിൻ ദ പോസിബിലിറ്റി. നിങ്ങളിപ്പോൾ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ബിസിനസ്സിൻ്റെ എന്ത് പോസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കൂ. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അഫിലിയേറ്റ് സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെ മറ്റൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച്, നമ്മൾ ആദ്യം മാർക്കറ്റിങ്ങിന് ഒരുപാട് പൈസ ചിലവാക്കണം, ക്യാമ്പയിൻസ് റൺ ചെയ്യണം, ആഡ്സ് എടുക്കണം, എന്നിട്ടൊക്കെയാണ് സിസ്റ്റം നമ്മളുടെ സെയിൽസ് പ്രോസസ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ മാർക്കറ്റിംഗിൽ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അല്ലേ. ഇനി ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾ കുറച്ച് അഫിലിയേറ്റ്സിന് ബിൽഡ് ചെയ്യണം. ഓക്കെ, അഫിലിയേറ്റ്സിന് ബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിട്ടാണ്. ഓക്കെ, അവരോട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന മാർക്കറ്റിംഗ് കണ്ടന്റ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താൽ മതി. ആ വരുന്ന ആൾക്കാർക്ക് ബാക്കി ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാനുള്ള ഞങ്ങൾ നിങ്ങൾക്ക് തരും എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു 100 അഫിലിയേറ്റ്സ് വന്നു, അവർ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അവർ കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, നിങ്ങൾ തന്നെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഇവർ നിരന്തരം അത് സ്റ്റാറ്റസ് ഇട്ടും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തും പോവുകയാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് സർക്കിളിലേക്ക് നിങ്ങൾക്ക് റീച്ച് ഔട്ട് കിട്ടും. ഈ റീച്ച് ഔട്ട് കിട്ടുന്ന സമയത്ത് ആ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരെന്ത് അയച്ചു കൊടുക്കുകയാണ്? ഈ വെബിനാർ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവരൊന്നും പറയണ്ട, കാരണം പറയാനുള്ള മെറ്റീരിയൽ നിങ്ങൾ റെക്കോർഡഡ് വെബിനാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഓരോ റെഫറൽ ലിങ്ക് ഈ പോർട്ടലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടി IELTS കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ പെർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ വെബിനാർ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന കുട്ടിക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുകയാണ്. മാത്രമല്ല ആ കുട്ടി എൻ്റെ ലീഡ് മാപ്പിംഗ് നടത്തും. ആ കുട്ടി അത് കണ്ടതിന് ശേഷം ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് AI ഏജന്റ് തന്നെ കൊടുക്കുകയാണ്. അത് ഓട്ടോ പൈലറ്റ് സിസ്റ്റം. വെബിനാർ കണ്ട കുട്ടിയെ ഓട്ടോ പൈലറ്റിൽ AI ഫോളോ അപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു, അപ്പോയിൻമെന്റ് ബുക്കിലേക്ക് പോകുന്നു, ആ കുട്ടി കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു അഫിലിയേറ്റ് ആണെങ്കിൽ എൻ്റെ ഡാഷ്ബോർഡിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ റെഫറൻസിലൂടെ ഒരു കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്ര രൂപ കമ്മീഷൻ കിട്ടാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് പേ ഔട്ട് ഡേറ്റിൽ എനിക്ക് എമൗണ്ട് കിട്ടും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇല്ലാതെ, ഒരു സർവീസ് ഇല്ലാതെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു അഫിലിയേറ്റിന് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഇത് അതായത് നിങ്ങൾ ആദ്യമേ മാർക്കറ്റിങ്ങിൽ ഫണ്ട് ഇറക്കാതെ കോഴ്സിന്റെ സെയിൽസ് നടക്കുമ്പോൾ മാത്രം നിങ്ങൾ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതോടൊപ്പം നിങ്ങളുടെ പാർട്ട്നേഴ്സിന് ഏത് സമയത്തും റെഫർ ചെയ്യാൻ പറ്റുന്ന ഓട്ടോ പൈലറ്റ് വെബിനാർ സിസ്റ്റം, ഏത് സമയത്ത് വെബിനാർ കാണുന്ന കസ്റ്റമറെയും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു AI സിസ്റ്റം, ഇതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെയിൽസ് ടീം ക്ലോസിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇമാജിൻ ദിസ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി സെല്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പാർട്ട്നേഴ്സിന് ഒരു കമ്മ്യൂണിറ്റിയായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൂടെ ഒരുപാട് റെഫറൻസ്, അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് നടക്കും. ഈ ആക്ടിവിറ്റീസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീച്ചും എൻഗേജ്മെൻറ്റും കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് പലരുടെയും ഫസ്റ്റ് Tier 1 കോൺടാക്ട് സർക്കിളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനും കൂടുതൽ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാനും പറ്റും. ഈ പാർട്ട്നേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന കമ്മീഷനെ ഒരു കമ്മ്യൂണിറ്റി ഫോർമേഷനിലും കൂടെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടുക, അല്ലെങ്കിൽ അവർക്ക് ചില ഓഫേഴ്സൊക്കെ ചില കമ്പനികളിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ് ബിക്കംസ് എ ലൈഫ് സ്റ്റൈൽ ഫോർ ദം. അവരുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ ചുറ്റിപ്പറ്റിയായി മാറുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, അവരും കുറേ ഇൻകം നേടിക്കൊണ്ടിരിക്കും. അറ്റ് ദി സെയിം ടൈം ഒരുപാട് കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ കൊടുക്കുന്നത് അവർക്ക് ആവശ്യമുള്ള കോഴ്സാണ്, ആ ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നതെങ്കിൽ. ഓക്കെ, ഈ അഫിലിയേറ്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഗുണങ്ങൾ: ഒന്ന്, പോസ്റ്റ് പെയ്ഡ് ആണ്, നിങ്ങൾ ആദ്യമേ പൈസ ഇറക്കുന്നില്ല, സെയിൽസ് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്, കമ്മീഷൻ കൊടുക്കുന്നത്. 2, ഓൺ നെറ്റ്വർക്ക്. ഇത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നെറ്റ്വർക്കാണ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേറെ ആർക്കും പൈസ ഒന്നും കൊടുക്കണ്ട. ഫേസ്ബുക്കിന് പൈസ കൊടുത്താലേ ലീഡ്സ് കിട്ടൂ, ഗൂഗിളിന് പൈസ കൊടുത്താലേ റീച്ച് കിട്ടൂ, അതൊന്നും പേടിക്കേണ്ട. ഇവിടെ നിങ്ങളുടെ സ്വന്തം നെറ്റ്വർക്കാണ്. ഓക്കെ, നിങ്ങൾ ഓൺ നെറ്റ്വർക്ക്. പെനിട്രേഷൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല സ്ഥലങ്ങളിലും പല കോഴ്സുകൾക്കും ഈ ഡിജിറ്റൽ ക്യാമ്പയിൻസിന് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒരു പേഴ്സണൽ റെഫറൻസ് അതിലൂടെ ഒരു പെനിട്രേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് വെരി പവർഫുൾ. ഇൻബൗണ്ട് ആണ്, കാരണം ഇത് നിങ്ങൾ പോലും അറിയാത്ത ആരൊക്കെയാണ് റെഫർ ചെയ്യപ്പെടുന്ന അവർ വെബിനാർ കണ്ടതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓരോ എൻക്വയറിയും ഇൻബൗണ്ട് ക്വാളിറ്റി അഷ്യൂർഡ് ആയിരിക്കും. ഓക്കെ, വെറുതെ ആർക്കും അങ്ങനെ ചുമ്മാ 2 ഡീറ്റെയിൽസ് വന്നിട്ട് ഇത് എൻ്റെ റെഫറലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ദേ ആർ കമ്മിങ് ത്രൂ എ പ്രോപ്പർ പ്രോസസ്. ഒരു നല്ല ഫണലിങ്ങിലൂടെയാണ് അവർ വരുന്നത്. മോണിറ്ററിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓരോ റെഫറൽ സ്റ്റേജും നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫോളോ അപ്സ് AI ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നു. അനലിറ്റിക്സ് നമുക്ക് കാണാം. കൺവേർഷൻ നമുക്ക് കൂടുതലായിരിക്കും, കാരണം ഇത് റെഫറൻസ് വഴി വരുന്ന ലീഡ്സ് ആയതുകൊണ്ട് നമുക്ക് കൺവേർഷൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതാണ് ഒരു അഫിലിയേറ്റ് സിസ്റ്റം റൺ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ. ഇനി ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എങ്ങനെ സഹായിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും പല ബ്രാൻഡുകൾക്കും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെമോ കാണണമെങ്കിൽ എപ്പോഴെങ്കിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ നമുക്ക് ഡെമോ കാണിക്കാം. ഞങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ഒരു പ്രോസസ്സിൻ്റെ ഫുൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും നമുക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കും. എന്തിനാണ് സ്ട്രാറ്റജി ആൻഡ് ഡോക്യുമെൻറ്റേഷൻ?
സ്ട്രാറ്റജിയും ഡോക്യുമെന്റേഷനും ഇല്ലാതെ ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡോക്യുമെന്റേഷൻ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം AI ഏജന്റിനെ ട്രെയിൻ ചെയ്യണമെങ്കിലും അതിന് നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. AI എന്താണ് പഠിപ്പിക്കേണ്ടത്, AI എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം. സോ സ്ട്രാറ്റജി ആൻഡ് ഡോക്യുമെന്റേഷൻ വളരെ വില പിടിച്ചൊരു കാര്യമാണ്. ഇത് ഇംപ്ലിമെന്റേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് വൈസ് ആയിട്ട് ചെയ്താലും മതിയാവും. സെക്കൻഡ് തിങ്, വി ക്യാൻ ഹെൽപ്പ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലീഡ് ജനറേഷൻ, ക്വാളിഫൈഡ് ലീഡ്സ് എടുക്കുന്ന പ്രോസസ്സിൽ വി ക്യാൻ സപ്പോർട്ട് യു. 3, AI ആൻഡ് ഓട്ടോമേഷൻ സിസ്റ്റം. ഈ ലീഡ് മാനേജ്മെന്റ്, ലീഡ് ക്വാളിഫിക്കേഷൻ, ഈ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് ഇതിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വന്ന ലീഡ്സിനെ നർച്ചർ ചെയ്യുന്ന സീക്വൻസസിലും നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഡെയിലി ഗ്രോത്ത് മോണിറ്ററിംഗ്. ഇത്രയും മാത്രമല്ല, നിങ്ങളുടെ കമ്പനി ഒരു വർഷത്തേക്ക് സെറ്റ് ചെയ്യുന്ന ഗോളിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും നിങ്ങളുടെ സെയിൽസ് ടീമും വർക്ക് ചെയ്യുമ്പോൾ എന്ത് ഇമ്പാക്റ്റ് ആണ്, എന്ത് റിസൾട്ടാണ് എവറി ഡേ വരുന്നത് എന്ന് മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം. ആ സിസ്റ്റം നോക്കി നിങ്ങളെ ഗ്രോത്ത് മോണിറ്റർ ചെയ്യാനും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. നൗ ലെറ്റ് മി ടെൽ യു, AI ആൻഡ് ഓട്ടോമേഷൻ ആർ ഗോയിങ് ടു ബി ദ ബാക്ക് ബോൺ ഓഫ് എനി ഗ്രോയിങ് ബിസിനസ്. ഏർലി മൂവേഴ്സ് ടേക്ക് ദി അഡ്വാൻറ്റേജ്. ഞാൻ ഈ പറയുന്ന സിസ്റ്റം ഹൈലി സ്കേലബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് ആരാണോ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ആരാണോ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നമ്മൾ നേവിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹിറ്റ് ഫസ്റ്റ് ഹിറ്റ് ഹാർഡ്. അപ്പോൾ ആരാണോ ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്നത്, ആരാണോ കൂടുതൽ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യുന്നത്, അവർ കൊണ്ടുപോകും ഈ ഗെയിം. നിങ്ങളുടെ ബിസിനസ്സിലും ഇങ്ങനെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതിന് ശരിക്കും ഒരു കോസ്റ്റ് എന്ത് വരുമെന്ന് പലരും ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടായിരിക്കും. ഇതിന് 1 ടൈം കോസ്റ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് എന്തായാലും വരും. കാരണം ഇത് നിങ്ങളുടെ ഒരു പുതിയൊരു ബിസിനസ് സ്ക്രാച്ചിൽ നിന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്ന പോലെയാണ് ഈ ഒരു പ്രോസസ്സ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ട്രെയിനേഴ്സും നിങ്ങളുടെ കോഴ്സ് മോഡ്യൂളും ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ സീറോ, അതായത് ഗ്ലോബലി സ്കെയിലബിൾ ആയിട്ടുള്ള പ്രോസസ്സിൽ ബിൽഡ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു എഫേർട്ടും ഇൻവെസ്റ്റ്മെൻറ്റും വരും. പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മേ ബി ഒരു 3 to 6 months ഉള്ളിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇത് ഹൈലി സ്കെയിലബിൾ ആയിട്ട് നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ സ്ഥാപനം നല്ല രീതിയിൽ വളരട്ടെ. ഇതുപോലുള്ള സപ്പോർട്ടിനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലുള്ള സ്ട്രാറ്റജീസ് കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.